ഡേ ഇൻ ലൈഫ് ഓഫ് എ ഡേറ്റ അനലിസ്റ്റ്. 2021 ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇന്റേൺ ആയിട്ടായിരുന്നു എനിക്ക് ഡേറ്റ അനലിസ്റ്റ് എന്നുള്ള പൊസിഷനിൽ കിട്ടിയിരുന്നത്. അതൊരു ഡേറ്റ സയൻസ് പ്രോഡക്റ്റ് ആയിരുന്നു. ആ പ്രോഡക്റ്റിന്റെ പിന്നാലെ അതിൻ്റെ ഒരു ഡേറ്റ പ്രിപ്പറേഷൻസ് റോളിലായിരുന്നു എൻ്റെ ഒരു ഇൻറ്റേൺഷിപ്പ്. അതിൽ കൂടുതൽ കേസിലും അവരുടെ ക്ലയൻസിൻ്റെ പ്രോഡക്ട്സ് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഡേറ്റ സയൻസ് മോഡലിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് കാറ്റഗറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സലിൽ നമ്മൾ ക്രോഡീകരിച്ച് സെറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രൊജക്റ്റിലായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നീട് ഞാനൊരു ഡേറ്റ അനലിറ്റിക്സ് സർവീസസ് കമ്പനീസിലേക്ക് മാറി. സർവീസ് കമ്പനി എന്ന് വെച്ചാൽ ഡേറ്റ അനലിറ്റിക്സ് മാത്രം ഒരു സർവീസ് ആയിട്ടില്ല. ഇപ്പോൾ ഐ ടിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. മറ്റുള്ള കമ്പനീസിന് വേണ്ടിയിട്ട് അവരുടെ വെബ്സൈറ്റ്, അവരുടെ സോഫ്റ്റ്വെയർസ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അതുപോലെ ഡേറ്റ അനലിറ്റിക്സിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കമ്പനീസ് ആണ് ഡേറ്റ അനലിറ്റിക്സ് സർവീസസ് കമ്പനീസ്. ഇതിൽ ഇവർക്ക് ഒരു ക്ലയന്റ് ഉണ്ട്. അവരുടെ ഒരു ക്യാമ്പയിൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് എന്നെ ഹയർ ചെയ്യപ്പെട്ടത്. യൂറോപ്യൻ റീജിയനിലുള്ള അവരുടെ B2B കസ്റ്റമേഴ്സ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ ലീഡ്സിന്റെ കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ക്വാർട്ടേഴ്സിലും അവർക്ക് ക്യാമ്പയിൻസ് ഉണ്ടാവും. ആ ക്യാമ്പയിൻസ് ഒക്കെ അതിന്റെ ക്രൈറ്റീരിയാസ് ഒക്കെ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു ബിസിനസ് റിക്വയർമെന്റിനെ ടെക്നിക്കൽ റിക്വയർമെന്റ് ആക്കി മാറ്റി അതെങ്ങനെയാണ് ഡേറ്റയിൽ നിന്ന് എടുത്ത് അവരുടെ സെർട്ടൻ ഡേറ്റ ലേക്സ് ഉണ്ടാവും, ഡേറ്റാ ബേസസ് ഉണ്ടാവും. വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ക്ലൗഡിൽ നിന്നായിരിക്കും ഡേറ്റ എടുക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ള ഡേറ്റാ സോഴ്സസ് നിന്നായിരിക്കും ഡേറ്റ എടുക്കേണ്ടത്. അപ്പോൾ അതിനൊക്കെ എടുക്കാൻ കൂടുതൽ കേസസിലും നിങ്ങൾക്ക് ഡേറ്റ ടെക്നോളജീസിൽ വരുന്ന SQL അല്ലെങ്കിൽ പൈത്തൺ ഇങ്ങനെയുള്ള ലാംഗ്വേജസിന്റെ ആവശ്യം. എൻ്റെ പ്രോജക്റ്റിലോട്ട് വരാം. ഈ ഒരു ടെക്നോളജി ക്ലയന്റിന്റെ പ്രോജക്റ്റിൽ ഞാൻ ബിസിനസ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് പറ്റിയ രീതിയിലുള്ള അക്കൗണ്ട്സ്, B2B കസ്റ്റമേഴ്സ് അക്കൗണ്ട്സിനെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത് അവരുടെ കമ്പനി റൂൾസ് പ്രകാരമുള്ള ഒരു ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് വേറൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീം ഡെവലപ്പ് ചെയ്ത ഒരു ടൂളും കൂടി. അപ്പോൾ ആ ടൂളിനെ എങ്ങനെ ഞാൻ മാനേജ് ചെയ്യണം അതും ഞാൻ പഠിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ അതായത് ജസ്റ്റ് ഒരു ഡേറ്റ ടെക്നോളജീസ് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ, സോഫ്റ്റ് സ്കിൽസ് ആയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഈ ഒരു ഡേറ്റ അനലിസ്റ്റിന് ആവശ്യമാണ്. ബിസിനസ് റിക്വയർമെന്റിനെ മനസ്സിലാക്കി അതിനെ ടെക്നിക്കലിലേക്ക് മാറ്റാനും ടെക്നിക്കലായിട്ട് അതിനെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള ആ ഒരു നോളജും ഒരു ഡേറ്റ അനലിസ്റ്റിന് ആവശ്യമാണ്. ഈ ഒരു ടെക്നോളജി ക്ലയന്റിന് വേണ്ടിയിട്ട് അവരുടെ നെക്സ്റ്റ് ക്വാർട്ടർ ലിസ്റ്റിലേക്ക് ആരെയൊക്കെ അവർ ടാർഗറ്റ് ചെയ്യണം, അവർക്ക് മില്യൺസ് ഓഫ് B2B കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള കേസിൽ ഏറ്റവും കൂടുതൽ വാങ്ങാൻ ചാൻസ് ആരാണ്, അപ്പോൾ അങ്ങനെയുള്ള മോഡൽ സ്കോർസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിനും ഒരു സെർട്ടൻ സ്കോറും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി പഠിച്ച് ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കസ്റ്റമർ ടാർഗറ്റ് എന്ന് മനസ്സിലാക്കി ഞാൻ ഇവർക്ക് ഡെലിവറി ചെയ്തു കൊടുക്കും. അങ്ങനെ ഈ ഒരു സെയിൽസ് ടീം അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിംഗ് ടീം ഇത്തരം ലീഡ്സിനെ അവരുടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്മാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അവർ സെയിൽസ് കോളിംഗ് ചെയ്ത് ആ ഒരു സെയിൽസ് കൊണ്ടുവരികയും ചെയ്യും. ഇത്തരം ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്യാമ്പയിൻ അനലിസ്റ്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യും. ഇങ്ങനെയുള്ള കേസിൽ ഡേറ്റ അനലിസ്റ്റ് പൊതുവെ ഓരോ സെറ്റ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിരിക്കും ഇങ്ങനെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഹയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിലേക്ക് ഒരു ഡേറ്റ അനലിസ്റ്റ് ആയിട്ടാണ്. അവിടുത്തെ ഒരു സെറ്റ് ഓഫ് പ്രോബ്ലം ആയിരിക്കും ഡെലിവറി എക്സിക്യൂട്ടീവ് പ്രോപ്പറായിട്ട് സാധനം എത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഡെലിവറി എക്സിക്യൂട്ടീവ് റിട്ടേൺസ് കൊണ്ടുവരുമ്പോൾ അതിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ബിസിനസ് പ്രോബ്ലംസ് അവിടെ ഉണ്ടാവും. അത്തരം പ്രോബ്ലംസിനെ എന്താണ് മനസ്സിലാക്കി ഡേറ്റയിലൂടെ പരിശോധിച്ച് എന്തുകൊണ്ടാണിത്, ഇനി ഇങ്ങനെയുള്ള പ്രോബ്ലംസിന്റെ എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് കൊണ്ടുവരാൻ പറ്റുക. ഇപ്പോൾ കസ്റ്റമേഴ്സ് റിവ്യൂ ഇടുന്ന സമയത്ത് പ്രോപ്പറായിട്ടൊരു സെറ്റ് ഓഫ് FAQ റിവ്യൂസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഡേറ്റയിൽ ടീമിന് അത് പരിശോധിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഡേറ്റ അനലിറ്റിക്സ് ടീം ബിൽഡ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസൈറ്റ്സ് അപ്പർ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇവർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇംപ്രൂവ്മെന്റ്സ് ഡേറ്റ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് ബിസിനസ്സിനെ ഇംപ്രൂവ് ചെയ്യാനാണ് ഇത്തരം ടീംസിനെ കൂടുതൽ കേസിലും ഹയർ ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ, ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പ്രോസസ്സിൽ ഞാൻ ഒരു 2 വർഷത്തോളം വർക്ക് ചെയ്തു. ശേഷം എനിക്ക് ഇതൊരു ഡേറ്റ അനലിറ്റിക്സ് സർവീസസ് കമ്പനി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഡിഫറെൻറ്റ് ക്ലയൻസ് ഉണ്ട്. അവരുടെ മറ്റൊരു ക്ലയൻ്റ് ആണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു ജയന്റ് ആയിട്ടുള്ള ഒരു കമ്പനി. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നീട് സെലക്ട് ചെയ്യപ്പെട്ടത്. അവിടെ ഞാനൊരു പ്രോഡക്റ്റ് അനലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡേറ്റ അനലിസ്റ്റ് ആണ്, ബട്ട് സ്റ്റിൽ ഈ ഒരു ഡേറ്റ അനലിസ്റ്റിൽ തന്നെ ഡിഫറെൻറ്റ് സബ് ടാഗ് ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. ക്യാമ്പയിൻ അനലിസ്റ്റ്, പ്രോഡക്റ്റ് അനലിസ്റ്റ്, ഓപ്പറേഷൻസ് അനലിസ്റ്റ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ ഫൈനാൻസ്, ഇതൊക്കെ അനലിസ്റ്റുമാരുടെ ഒരു കാറ്റഗറി ഓഫ് ഒരു ജോബ് റോൾ കോഡ്സ് ആണ് ഈ ഒരു ഡേറ്റ അനലിറ്റിക്സ് എന്ന ഒരു ടാഗിന്റെ അണ്ടറിലായിട്ട് വരുന്നത്. ഇവിടെ ഞാനൊരു പ്രോഡക്റ്റ് അനലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്തെന്നാൽ ഞാനൊരു സോഫ്റ്റ്വെയർ പ്രോഡക്ട്സിന്റെ പിന്നാലെയാണ്. അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് അവരുടെ യൂസേഴ്സ് ആയിട്ടുള്ള
അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നു, ഈ സോഫ്റ്റ്വെയറിൽ വരുന്ന ഓരോ അപ്ഡേറ്റ്സും എങ്ങനെ എത്രത്തോളം യൂസേഴ്സിൽ ഇമ്പാക്റ്റ്ഫുൾ ആകുന്നുണ്ട്, ഇതൊക്കെ ഈ ഓരോ അപ്ഡേറ്റ്സും അവർക്ക് ഈസി ആയിട്ടാണോ തോന്നുന്നത് അല്ലെങ്കിൽ ഹാർഡായിട്ടാണോ തോന്നുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രൊഡക്റ്റിന്റെ ബാക്ക് എൻഡിൽ നിന്ന് പഠിച്ച് ആൾക്കാർ കൂടുതൽ ഇത് യൂസ് ചെയ്യാൻ, അതിൽ നിന്ന് റവന്യൂ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലയന്റിന്റെ ആ ബിസിനസ് പ്രോസസ്സ് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ആസ് എ പ്രൊഡക്റ്റ് അനലിസ്റ്റ് ഞാൻ പഠിക്കേണ്ടത്. അത് പഠിച്ച് അത് മനസ്സിലാക്കി അവർക്ക് എൻ്റെ അപ്പർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടീമിന് ഞാൻ ഇൻസൈറ്റ്സ് കൊടുക്കുകയാണ് വേണ്ടത്. കൂടുതൽ കേസിലും നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് റിക്വസ്റ്റ് വരും. അതായത് ഇത്തരം ഓരോ ഡിപ്പാർട്ട്മെന്റ് ടീം ഉണ്ടാവും. ചിലപ്പോൾ യൂസേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ടീം ഉണ്ടാവും, അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ടീം ഉണ്ടാവും. അതായത് അവർ വിൽക്കുന്ന പ്രൊഡക്റ്റ്, ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഓട്ടോമൊബൈൽസ്, അങ്ങനെയുള്ള ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും സെറ്റ് ഓഫ് പ്രൊഡക്റ്റിനെ കുറിച്ചും കസ്റ്റമേഴ്സിനെ കുറിച്ചും അവരുടെ സെറ്റ് ഓഫ് ഡീലേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ടീമുണ്ട്. അത്തരം ടീമുകളിൽ നിന്ന് എനിക്ക് റിക്വസ്റ്റ് വരും. അതായത് ഇങ്ങനെയുള്ള ഒരു ബിസിനസ് പ്രോബ്ലം ഉണ്ട് ഞാൻ ഫേസ് ചെയ്യുന്നത്, അപ്പോൾ നീ ഈ ഒരു ഡേറ്റ ഈ ഒരു ബാക്ക് എൻഡിൽ നോക്കി ഇതിനെക്കുറിച്ച് പഠിച്ച് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു പ്രശ്നം വരുന്നത്, അതിനെന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ, അതിനെന്തെങ്കിലും സ്ട്രാറ്റജീസ് ഉണ്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള റിക്വസ്റ്റും കാര്യങ്ങളായിരിക്കും ഒരു ഡേറ്റ അനലിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് വരും. ഇഫ് ഞാനിപ്പോൾ ഒരു ഡേറ്റ സയൻസ് പ്രോജക്റ്റിലേക്കാണ് ആഡ് ചെയ്യപ്പെട്ടതെങ്കിൽ മേ ബി ഡേറ്റ സയൻസ് പ്രോജക്റ്റ് കൂടുതൽ കേസിലും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡേറ്റയിൽ ഒരു സെർട്ടൈൻ പാറ്റേൺ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻ ലേണിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് ഡേറ്റയുടെ മോഡൽ ട്രെയിനിങ് ചെയ്ത് അതിനൊന്ന് ഓട്ടോമേറ്റ് ചെയ്യുക. ലെറ്റ്സ് സേ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ എന്ത് കാര്യങ്ങളും ഓൾറെഡി മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെക്നോളജീസ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്ന് വരുന്നുകൊണ്ടിരിക്കുന്ന ഓരോ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് മെസ്സേജസ് വാട്സാപ്പിലാവട്ടെ മറ്റുള്ള ടെക്സ്റ്റ് മെസ്സേജ് ആവട്ടെ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി മെഷീൻ ലേണിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് ഇത്തരം ഒരു ഡാറ്റ സയൻസ് ടീം ബിൽഡ് ചെയ്ത ഓരോ പ്രോജക്റ്റും പ്രോസസ്സും ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത്, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സെർട്ടൈൻ വീഡിയോ അല്ലെങ്കിൽ ഒരു സെർട്ടൈൻ റീൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിന്റെ കാറ്റഗറി എന്താണെന്ന് മെഷീൻ പഠിക്കുകയാണ്. ആ കാറ്റഗറിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ജസ്റ്റ് വൺ എക്സാമ്പിൾ ആണ്. റെക്കമെൻഡേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ജസ്റ്റ് വൺ എക്സാമ്പിൾ ആണ് അബൌട്ട് മെഷീൻ ലേണിംഗ് ടെക്നോളജീസ്. ഇത്തരം കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നത് ഒരു ഡാറ്റ സയൻസ് ടീമാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു കമ്പനി ലെറ്റ്സ് സേ മിൻട്ര അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഇ-കൊമേഴ്സ് സൈറ്റിൽ കയറി ഒരു പ്രൊഡക്റ്റിനെ ഇൻട്രസ്റ്റഡ് ആണ് എന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ആഡ് ടു കാർട്ട് എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്തു. ശേഷം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോട്ട് പോകുമ്പോൾ ഇത്തരം പ്രൊഡക്റ്റിന്റെ ആഡ്സ് നിങ്ങൾക്ക് അവിടെ വരികയാണ്. ഗൂഗിളുമായിട്ട് ടൈ അപ്ഡ് ആയിട്ടുള്ള ഇത്തരം കമ്പനീസ് നിങ്ങളുടെ കാര്യങ്ങളെ ഓട്ടോമേറ്റ് ചെയ്ത് നിങ്ങളുടെ യൂസർ ബിഹേവിയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഇത്തരം ആഡ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അവർ റവന്യൂ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ഒരാളോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ടീമോ അല്ല. ഇത്തരം കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിലുള്ള കാര്യങ്ങൾ ഒരു ടീമോ അല്ല. ഓൾറെഡി മെഷീൻ നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഓട്ടോമേഷൻസിനെ ബിൽഡ് ചെയ്യാനും അങ്ങനെയുള്ള പാറ്റേൺസിനെ കണ്ടെത്തി അത്തരം കാര്യങ്ങളെ ഡേറ്റ മോഡൽ ട്രെയിനിങ് ചെയ്യാനും ഒരു ഡേറ്റ സയൻസ് ടീമാണ്. ഈ ഡേറ്റ സയൻസ് ടീം സ്പെസിഫിക്കലി ഇങ്ങനെയുള്ള ഓട്ടോമേഷൻസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ കേസിലും വർക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള പാറ്റേൺസ് മനസ്സിലാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി. ഇവരുടെ സ്കിൽ സെറ്റിൽ പറയുകയാണെങ്കിൽ മെഷീൻ ലേണിംഗ് അതുപോലെ തന്നെ ഡേറ്റ അനലിസ്റ്റ് ഉണ്ടായിരിക്കേണ്ട ഒട്ടുമിക്ക സ്കിൽസും വേണം. SQL, പൈത്തൺ അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് സ്കിൽസ്, അതുപോലെ തന്നെ എസ്പെഷ്യലി മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും ഒരു ഡേറ്റ സയന്റിസ്റ്റിന്റെ സ്കിൽ സെറ്റും അവരുടെ ഒരു നീഷ് എന്ന് വേണമെങ്കിൽ പറയാം. IT-യിലുള്ള ഡേറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്നുള്ള ഈ ഒരു കാറ്റഗറി ഓഫ് ഡിവിഷൻ ഏറ്റവും കൂടുതൽ ബിസിനസിനെ ഇംപ്രൂവ് ചെയ്യാനും ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് മനുഷ്യന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് കുറക്കാനും അത്തരം ഓട്ടോമേഷൻസിനെ ബിൽഡ് ചെയ്യാനും ഒക്കെയാണ് ഇത്തരം ടീംസിന്റെ ആവശ്യം. അപ്പോൾ ഡേറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് ടീം ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള ഓട്ടോമേഷൻസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീമിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അതിനെ ഒരു ബെറ്റർ ഒരു സെർവറിലേക്കും അല്ലെങ്കിൽ ക്ലൗഡിലേക്കും ഡിപ്ലോയ് ചെയ്യാനും അതിന്റെ ആ ഒരു പ്രോസസ്സ് എന്നും കണ്ടിന്യൂ ചെയ്യപ്പെടാനും ഒരു ഡെവോപ്സ് എഞ്ചിനീയർ അല്ലെങ്കിൽ MLOps എഞ്ചിനീയറിന്റെ ആവശ്യമുണ്ട്. ഇത്തരം സെർവേഴ്സിനെയും ക്ലൗഡ്സിനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ IT സപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു IT നെറ്റ്വർക്കിംഗ് ടീമിനെയും ആവശ്യമുണ്ട്. IT-യിലെ ഒരു സ്പെസിഫിക് വിങ് ആണ് ഡേറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ്. ഇതിൽ തന്നെ ഒരുപാട് ഡിവിഷനിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഡേറ്റ സയൻസിനെ കുറിച്ച് പഠിക്കാം, ഡേറ്റ അനലിസ്റ്റിനെ കുറിച്ച് പഠിക്കാം, അതുപോലെ തന്നെ ഡേറ്റ എഞ്ചിനീയറിംഗ്. ഡേറ്റ എഞ്ചിനീയറിംഗിൽ കൂടുതൽ കേസിലും ഇത്തരം ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് ടീമുകൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഡേറ്റയെ ഡിഫറെന്റ് സോഴ്സസ് നിന്ന് കണ്ടെത്തി ഇവർക്ക് ആവശ്യമായ ഡേറ്റയെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡേറ്റാ ബേസിലേക്കോ അല്ലെങ്കിൽ ഡേറ്റ വെയർ ഹൗസിലേക്കോ
എത്തിച്ചു കൊടുക്കുന്ന ഒരു ടീമാണ് ഡേറ്റ എഞ്ചിനീയറിംഗ് ടീം. അതിലും ഒരുപാട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 വേൾഡ് എക്കണോമിക് ഫോറം പുറത്തുവിട്ട ടോപ്പ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ജോബ് റോൾസിൽ, അല്ലെങ്കിൽ അത്തരം 20 ഗ്രോയിങ് ആയിട്ടുള്ള ജോബ് റോൾസിൽ ഏറ്റവും ഫസ്റ്റ് വന്ന ഒരു ജോബാണ് ബിഗ് ഡാറ്റ സ്പെഷ്യലിസ്റ്റ്. അതും ഈ ഒരു ഡേറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യം കൂടിയാണ്. ഡേറ്റ അല്ലെങ്കിൽ ഡേറ്റ പ്രൊഫഷണൽ എന്നുള്ള ഒരു കരിയർ അപ്കമിങ് ഇയേഴ്സിൽ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കരിയർ കൂടിയാണ്.